ഹലോ സ്റ്റുഡൻസ്, എ ബിഗ് ഹായ് ഫ്രം ടോപ്പ് ട്യൂഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്റർ നോൺ മെറ്റൽസ്. ഹൈഡ്രജൻ. പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ എലമെൻ്റായ ഹൈഡ്രജനാണ് നോൺ മെറ്റൽസിൽ നമുക്ക് ആദ്യമായി പഠിക്കാൻ തന്നിരിക്കുന്ന എലമെൻറ്റ്. ഒരു പീരിയോഡിക് ടേബിൾ നോക്കി അതിൽ നിന്നും മെറ്റൽസ്, മെറ്റലോയിഡ്സ്, നോൺ മെറ്റൽസ് ഐഡൻറ്റിഫൈ ചെയ്ത് എക്സാമ്പിൾ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും എലമെൻസിലാണ് മെറ്റൽസ് കാറ്റഗറിയിൽ വരുന്നത്. അതായത് പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ എലമെൻറ്റ്സ്. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബ്ലൂ കളർ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നോൺ മെറ്റൽസ്. അതിനൊരു എക്സെപ്ഷനാണ് ഈ റൈറ്റ് സൈഡിലുള്ള ഹൈഡ്രജൻ. ഹൈഡ്രജൻ പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് വരുന്നതെങ്കിലും അതും ഒരു നോൺ മെറ്റലാണ്, ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ എക്സെപ്ഷൻ മാത്രം നമ്മൾ ഓർക്കുക. ബാക്കി പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇത്രയും റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന എലമെൻറ്റ് മെറ്റൽസ് ആണ്. ഇനി ഈ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും നടുവിൽ വരുന്ന ഈ യെല്ലോ കളർ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് മെറ്റലോയിഡ്സ്. മെറ്റലോയിഡ്സ് പറഞ്ഞാൽ അതിന് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാകും, നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാകും. ഇനി നമുക്ക് എക്സാമ്പിൾസ് പോപ്പുലേറ്റ് ചെയ്യാം. മെറ്റൽസിന് എക്സാമ്പിൾ എഴുതി സിൽവർ, കോപ്പർ, അയൺ, അലുമിനിയം എക്സെട്ര. Non-metals oxygen, nitrogen, carbon, hydrogen, etc. Metalloids example silicon, germanium, arsenic, antimony. ഹൈഡ്രജനുമായിട്ടുള്ള ഒരു ടേബിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡേറ്റ പോപ്പുലേറ്റ് ചെയ്യണം. ഹൈഡ്രജൻ്റെ ആറ്റമിക് നമ്പർ 1, മാസ് നമ്പർ 1. മാസ് നമ്പർ 1 ആയത് കോമൺ ആയിട്ട് വരുന്ന ഐസോട്ടോപ്പ് ഹൈഡ്രജൻ്റെ കേസിൽ പ്രോട്ടിയം ആണ്. അതിൽ ന്യൂട്രോൺസ് 0 ആണ്. അപ്പോൾ മാസ് നമ്പറിൽ 1+0 മാസ് നമ്പർ 1 തന്നെ. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1, നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1, നമ്പർ ഓഫ് ന്യൂട്രോൺസ് 0. സോലിബിലിറ്റി ഇൻ വാട്ടർ, നോട്ട് സോലിബിൾ ഇൻ വാട്ടർ. ഐസോട്ടോപ്സ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം. മാസ് നമ്പർ 1, 2 ആൻഡ് 3. ഹൈഡ്രജൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ഭാരം കുറഞ്ഞ എലമെൻ്റ് ആണ് ഹൈഡ്രജൻ. ധാരാളമായി കാണുന്നുണ്ട് യൂണിവേഴ്സിലും സണ്ണിലും ബാക്കി സ്റ്റാർസിലൊക്കെ ഹൈഡ്രജൻ ധാരാളം അവൈലബിൾ ആണ്. പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ എലമെൻ്റ് ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ കോമൺ ആയിട്ടുള്ള ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. അതിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും 0 ന്യൂട്രോണുമാണ് ഉള്ളത്. 0 ന്യൂട്രോണായുള്ള ഒരു നാച്ചുറൽ എക്സിസ്റ്റിംഗ് എലമെൻ്റ് ആണ് ഹൈഡ്രജൻ്റെ പ്രോട്ടിയം എന്നുള്ള ഈ ഐസോട്ടോപ്പ്. ബാക്കി എല്ലാ എലമെൻറ്റിലും അറ്റ്ലീസ്റ്റ് ഒരു ന്യൂട്രോണെങ്കിലും ഉണ്ടാകും. ഹൈഡ്രജൻ്റെ ബാക്കി ഉള്ള ഐസോട്ടോപ്സ് ആണ് മാസ് നമ്പർ 2 ആയ ഡ്യൂട്ടീരിയം, മാസ് നമ്പർ 3 ആയ ട്രിഷിയം. ഹൈഡ്രജൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ കളറൊന്നുമില്ല, മണമോ ഒന്നുമില്ലാത്തൊരു ഗ്യാസാണ്. വെള്ളത്തിലാണെങ്കിൽ ഡയറക്റ്റായിട്ട് ലയിക്കില്ല. ഡെൻസിറ്റി ആണെങ്കിൽ എയറിനേക്കാളും കുറവാണ്. ഡയാറ്റോമിക് H2 എന്നുള്ള ഫോമിലാണ് ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. നല്ലൊരു ഫ്യൂവലാണ്. കലോറിഫിക് വാല്യൂ ഒക്കെ നല്ല കൂടിയ ഫ്യൂവലാണ് ഹൈഡ്രജൻ. പെട്ടെന്ന് കത്തും, അത് പോപ്പപ്പ് സൗണ്ടോടുകൂടി കത്തുന്ന ഒരു എലമെൻ്റാണ് ഹൈഡ്രജൻ. നല്ല റിയാക്ടിവിറ്റി പവർ കൂടുതലുള്ളതാണ്. മെറ്റൽ ഓക്സൈഡുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര കുറഞ്ഞ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റുമാണ് ഹൈഡ്രജൻ്റേത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സിങ്ക് ഗ്രാനുവൽസ് ആഡ് ചെയ്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, സിങ്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം തന്നെ നമുക്ക് കാണുന്ന ബബിൾസ് ഫോം ചെയ്യുന്നതാണ്. ഈ ബബിൾസ് എഫർബസെൻസ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ബബിൾസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഫോം ചെയ്യുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്? ഒരു മാച്ച് സ്റ്റിക്ക് കത്തിച്ച് ഈ ടെസ്റ്റ് ട്യൂബിന് മൗത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പോപ്പപ്പ് സൗണ്ടോടുകൂടി കത്തും. അതായത് ഹൈഡ്രജൻ ഭയങ്കര ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജൻ ആണെന്ന് കൺഫേം ചെയ്യുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. സിങ്ക് പ്ലസ് H2HCl ഗിവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇനി ഇത് ബേണിംഗ് ടൈമിലുള്ള ഇക്വേഷൻ 2H2 + O2 ഗിവ്സ് 2H2O പ്ലസ് ഹീറ്റ്. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയും ചോദിക്കാം.
എങ്ങനെയാണ് ഹൈഡ്രജൻ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്? ഇത് ഒരു മെത്തേഡാണ് ലബോറട്ടറിയിൽ ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ലബോറട്ടറിയിൽ ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാലും ഈ സെയിം എക്സ്പെരിമെൻ്റ് തന്നെ എഴുതിയാൽ മതി. നമുക്ക് 2 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് 2HCl. ഇത് 2 ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് റിയാക്ട് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രോഡക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി റിലീസ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ കൂടിയാണ്. രണ്ടാമത്തെ ഇക്വേഷൻ റിയാക്ഷൻ തന്നിരിക്കുന്നത് 2H2 + O2 gives 2H2O. ഇതും ഒരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. 2 ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന കോമ്പിനേഷൻ റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻസിനെ നമ്മൾ കമ്പസ്റ്റൻ റിയാക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഇത് ഒരു കമ്പസ്റ്റൻ റിയാക്ഷൻ കൂടിയാണ്. ഹീറ്റ് റിലീസ് ചെയ്യുന്നത് കാരണം ഒരു എക്സോതെർമിക് റിയാക്ഷൻ കൂടിയാണ്. ഹൈഡ്രജൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ, യൂസസ് ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നത്, അമോണിയയുടെയും മെത്തനോളിൻ്റെയും ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. നൈട്രജനുമായി റിയാക്ട് ചെയ്തിട്ട് NH3 അമോണിയ ഉണ്ടാക്കും. ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡുമായി റിയാക്ട് ചെയ്തിട്ടാണ് CH3OH മെത്തനോൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ അമോണിയയുടെ മെത്തനോളിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. പിന്നെ ഇത് കലോറിഫിക് വാല്യൂ നല്ല കൂടുതലായത് കാരണം ഒരു ഫ്യൂവലായിട്ടും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. സാച്ചുറേറ്റഡ് ഓയിൽസും വനസ്പതി എല്ലാം ഉണ്ടാക്കുന്നതിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു മേജറായിട്ടുള്ള വേറൊരു ഉപയോഗമാണ് മെറ്റൽ ഓക്സൈഡിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു റെഡ്യൂസിങ് ഏജൻ്റായിട്ടും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിളായി പറയുവാണെങ്കിൽ ടങ്സ്റ്റൺ ഓക്സൈഡ് WO3, അതിൽ നിന്ന് ടങ്സ്റ്റനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ. ഇക്വേഷൻ WO3 + 3H2 gives W + 3H2O. ഒരു അഡീഷണൽ നോട്ടാണ് പറയുവാണെങ്കിൽ ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. WO3യിൽ നിന്ന് Wനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ H2O ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എക്സാമ്പിളാണ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ കുറച്ച് കോമ്പൗണ്ട്സ് ഒന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ കോമ്പൗണ്ട്സ് ആണ് വാട്ടർ, ഹൈഡ്രജൻ പെറോക്സൈഡ്, അമോണിയ, മീഥെയ്ൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രജൻ സൾഫൈഡ്. നമുക്ക് 2 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഓരോ സിറ്റുവേഷനിലും ഹൈഡ്രജൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഇഫക്റ്റീവ് ആയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ബലൂണിൻ്റെ കേസിൽ എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ബലൂണിൽ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നതിന് ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഏത് പ്രോപ്പർട്ടിയാണ്? ഹൈഡ്രജൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭാരവും കുറവുമാണ്. ഹൈഡ്രജൻ്റെ ഡെൻസിറ്റി എയറിൻ്റെ ഡെൻസിറ്റിയേക്കാളും കുറവാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ബലൂണിന് വെയിറ്റ് കുറവായത് കാരണം മോർ ഡെൻസർ ആയ എയറിന് ബലൂണിനെ മുകളിലേക്ക് പുഷ് ചെയ്ത് വിടാൻ പറ്റും. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ നല്ലൊരു ഫ്യൂവലായിട്ട് വരുന്നത്? അവിടെ വരുന്നത് ഹൈഡ്രജൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ്? ഹൈഡ്രജൻ്റെ കലോറിഫിക് വാല്യൂ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് കത്തുമ്പോൾ കൂടുതൽ എനർജി റിലീസ് ചെയ്യാൻ പറ്റും. ആ പ്രോപ്പർട്ടിയാണ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാനായിട്ട് ഹൈഡ്രജനെ ഹെൽപ്പ് ചെയ്യുന്നത്. നൈട്രജൻ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു നോൺ മെറ്റലാണ് നൈട്രജൻ. നൈട്രജൻ്റെ ആറ്റമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,5. നൈട്രജൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ 78% കവർ ചെയ്യുന്നത് നൈട്രജനാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ അളവിലുള്ളത് നൈട്രജനാണ്. നൈട്രജൻ എല്ലാ ജീവനുള്ള വസ്തുക്കളിലും, എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും നൈട്രജൻ പ്രസൻ്റ് ആണ്. നൈട്രജൻ പ്ലാന്റ്സിൻ്റെ എല്ലാം വളർച്ചയ്ക്ക്, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടിയിരിക്കുന്ന എലമെൻ്റാണ് നൈട്രജൻ. നൈട്രജന് കളറില്ല, മണമില്ല. സോലിബിലിറ്റി ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിപ്പിക്കാൻ നല്ല പാടാണ്. അതുപോലെ തന്നെ ഗ്യാസ് ഫോമിൽ നിന്ന് ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും നല്ല ഡിഫിക്കൽട്ടാണ് നൈട്രജന്. നോർമൽ കണ്ടീഷൻസിൽ നൈട്രജൻ വേറെ എലമെൻറ്റ്സ് ആയിട്ടൊന്നും റിയാക്ഷൻസിൽ ഏർപ്പെടുന്നില്ല, ഇനേർട്ടാണ്. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൈട്രജൻ അതൊരു ഡയാറ്റോമിക് മോളിക്യൂളാണ്. 2 നൈട്രജൻ ആറ്റം തമ്മിൽ
ഒരു ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. കാരണം നൈട്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2,5 ആണല്ലോ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്ടേറ്റ് കംപ്ലീഷന് വേണ്ടിയിട്ട് 3 ഇലക്ട്രോൺസ് കൂടി വേണം. അപ്പോൾ ആ 3 ഇലക്ട്രോൺ കിട്ടുന്നത് വേറൊരു നൈട്രജൻ ആറ്റവുമായിട്ട് ഒരു ട്രിപ്പിൾ ബോണ്ട്, അതായത് 3 ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് ഒരു ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ബോണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. ഇത് ബ്രേക്ക് ചെയ്യാൻ നല്ല കൂടുതൽ എനർജി വേണ്ടി വരും. അതുകൊണ്ട് മോർ സ്റ്റേബിൾ ആയ ഈ നൈട്രജൻ വേറെ എലമെന്റ്സുമായിട്ടൊന്നും റിയാക്ഷനിൽ ഏർപ്പെടുന്നില്ല. ദ ഹൈ ബോണ്ട് എനർജി മേക്സ് ഇറ്റ് വെരി സ്റ്റേബിൾ ആൻഡ് ഹാർഡ് ടു ബ്രേക്ക്. അതുകൊണ്ടാണ് അത് ഇനേർട്ട് ആയിരിക്കുന്നത്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. ഇടിമിന്നലും മഴയുമെല്ലാം പ്ലാന്റ്സിന് നൈട്രജന്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആകുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അറ്റ്മോസ്ഫിയറിൽ ഒരു 78% നൈട്രജൻ ഉണ്ടെങ്കിലും പ്ലാന്റ്സിന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നൈട്രജൻ എടുക്കാൻ കഴിവില്ല. അതിന് നൈട്രജനെ നൈട്രേറ്റ് ഫോമിലേക്ക് ആക്കി അവൈലബിൾ ആയ ആ നൈട്രേറ്റ്സ് ഫോം മാത്രമാണ് പ്ലാന്റ്സിന് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇടിമിന്നലും മഴയൊക്കെ എങ്ങനെയാണ് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റ് ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടഡ് ആണ്. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഈ ഫോമിലാണുള്ളത്. ഡയറക്റ്റായിട്ട് നൈട്രജനെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഇടിയും മിന്നലും ഉണ്ടാകുന്ന സമയത്ത് ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ആകും. അപ്പോൾ ഈ നൈട്രജൻ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് നൈട്രിക് ഓക്സൈഡ് NO എന്നുള്ള കോമ്പൗണ്ടായിട്ട് മാറും. N2+O2 gives to NO. എന്നിട്ട് വീണ്ടും ഈ NO നൈട്രിക് ഓക്സൈഡ് വീണ്ടും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് NO2 ആകും. ദാറ്റ് ഈസ് നൈട്രജൻ ഡയോക്സൈഡ് ആകും. ഇക്വേഷൻ 2NO+O2 gives to NO2. പിന്നെ മഴ ഉണ്ടാകുന്ന ആ സമയത്തിൽ ഈ NO2ഉം ഓക്സിജനും റെയിൻ വാട്ടറും കൂടി കമ്പൈൻ ചെയ്തിട്ട് HNO3 ആകും. ദാറ്റ് ഈസ് 4NO2 + 2H2O + O2 gives 4HNO3. ഇതാണ് നൈട്രിക് ആസിഡ്. ഈ മഴയിൽ വരുന്ന ആ വെള്ളം മണ്ണിലെത്തുമ്പോഴേക്കും മണ്ണിലുള്ള മിനറൽസുമായിട്ട് ഈ HNO3 റിയാക്ട് ചെയ്തിട്ട് നൈട്രേറ്റ്സിൻ്റെ സോൾട്ട് ആകും. ആ സോൾട്ടാണ് മണ്ണിൽ നിന്നും പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇത്രയും റിയാക്ഷൻസ് നടന്ന് നൈട്രേറ്റ്സ് ആയി ആ നൈട്രേറ്റ്സ് ആണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. ഇതിനെ നമുക്കൊന്ന് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തണ്ടർ ലൈറ്റ്നിങ് ഇടിയും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ മോളിക്യൂള് നൈട്രിക് ഓക്സൈഡ് NO ആകും. റിയാക്ഷൻ ഇതാണ്. പിന്നെ ഈ NO വീണ്ടും മോർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് മാറും. അതിൻ്റെ റിയാക്ഷനാണിത്. നെക്സ്റ്റ് മഴവെള്ളത്തിലും ഓക്സിജനും ഈ NO2 കൂടി കമ്പൈൻ ചെയ്ത് HNO3 നൈട്രിക് ആസിഡ് ആകും. ആ നൈട്രിക് ആസിഡാണ് ഇതിൻ്റെ റിയാക്ഷൻ ഇത്. ഇനി നൈട്രിക് ആസിഡ് മണ്ണിലെത്തുമ്പോൾ മണ്ണിലുള്ള മിനറൽസുമായിട്ട് അത് റിയാക്ട് ചെയ്തിട്ട് നൈട്രേറ്റ്സ് ഫോം ചെയ്യും. ആ നൈട്രേറ്റ്സ് പ്ലാന്റ്സിന് ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തിയറി വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ അനുസരിച്ചിട്ട് ബൈ ഹാർട്ട് ചെയ്യാം. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ എങ്ങനെയാണ് നൈട്രേറ്റ്സുകളാക്കി മാറ്റി പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യുന്ന ഫോമിലേക്ക് മാറ്റുന്നതിന് തണ്ടർ സ്റ്റോമും ഇടിമിന്നലൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കി. ഇനി അതേ നൈട്രേറ്റ്സ് ഉണ്ടാക്കി പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ഫോമാണ് ത്രൂ റൈസോബിയം ബാക്ടീരിയ. റൈസോബിയം ബാക്ടീരിയ എങ്ങനെയാണ് പ്ലാന്റ്സിൽ നൈട്രജൻ അബ്സോർബ് ചെയ്യാനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈ റൈസോബിയം ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അത് ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ കാണുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ റൈസോബിയം ബാക്ടീരിയയ്ക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രജനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ റൈസോബിയം ബാക്ടീരിയ അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ആ നൈട്രജനെ നൈട്രേറ്റ്സ്, അതായത് നൈട്രജൻ കോമ്പൗണ്ട്സിലേക്ക് മാറ്റിയിട്ട് പ്ലാന്റ്സിനെ ഈസിലി അബ്സോർബ് ചെയ്യുന്ന ഫോമിലേക്ക് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്ലാന്റ്സിലെ നൈട്രജൻ ഫിക്സേഷന് ഉള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് ത്രൂ റൈസോബിയം ബാക്ടീരിയ. പ്ലാന്റ്സിന് അതിൻ്റെ വളർച്ചയ്ക്ക് ലോട്ട് ഓഫ് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്.
അതിനുവേണ്ടി നമ്മൾ ഫെർട്ടിലൈസേഴ്സൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഏതൊക്കെ മെത്തേഡിലൂടെ നമ്മൾക്ക് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ മെത്തേഡിൽ ആ മെത്തേഡ്സിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ കമ്പയർ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2 വഴി കൂടെ നമുക്ക് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് വഴി, രണ്ടാമത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വഴി. ഇനി ഓർഗാനിക്കും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് രണ്ടിനും അതിൻ്റേതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ടാബ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും ഇത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും. ഓരോന്നിൻ്റെയും നമുക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് എക്കോ ഫ്രണ്ട്ലി ആണ്. എൻവയൺമെൻറ്റിന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, മണ്ണിനെ ഒന്നും ട്രബിൾ ചെയ്യില്ല, മണ്ണിൽ ജീവിക്കുന്ന ബാക്കി ജീവികളെയും അത് ഉപദ്രവിക്കില്ല. ദെൻ പൊല്യൂഷൻ ലെവലൊക്കെ വളരെ കുറവ് തന്നെയുള്ള സംഭവമാണ് ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. അതിൻ്റെ നെഗറ്റീവ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക്കലി ഉണ്ടാകുന്ന മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് അവൈലബിലിറ്റി നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാകും നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഫെർട്ടിലൈസേഴ്സ്. പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ ഉപയോഗിക്കണം. ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചാൽ സെയിം ഇഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. ഇനി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ കേസിൽ വരുവാണെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് പറഞ്ഞാൽ കൂടുതൽ കോപ്സ് നമുക്ക് കൂടുതൽ വിളവെടുക്കാൻ പറ്റും, ഈസിലി അവൈലബിൾ, മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത് കാരണം, കൂടുതൽ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത് കാരണം പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കും. ഇനി ക്വിക്ക് അവൈലബിലിറ്റി, NPK ആണ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. ഈ 3 എലമെൻറ്റ്സ് ആണ് ഏറ്റവും എസെൻഷ്യലായി പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമുള്ളത്. NPK ഓർത്ത് വെക്കണം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. ഇതിൻ്റെ ക്വിക്ക് സപ്ലൈ ചെയ്യാനായിട്ട് ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് പറ്റും. ഇനി ഇതിൻ്റെ ഡ്രോബാക്ക് നോക്കുകയാണെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അത് ഓർഗാനിക് സ്ട്രക്ചർ ഓഫ് ദ സോയിൽ ചേഞ്ച് ചെയ്യും, മണ്ണിനെ ട്രബിൾ ചെയ്യും, മണ്ണിൻ്റെ ആസിഡിറ്റി ലെവൽ കൂട്ടും, എൻവയൺമെൻറ്റിൽ പൊല്യൂഷൻ ഉണ്ടാക്കും. ഇതാണ് ഈ 3 ഇതിൻ്റെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഡ്രോബാക്ക്. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നൈട്രജൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രജൻ കൂടുതലായിട്ട് ഉപയോഗിക്കും. നൈട്രസ് ഫെർട്ടിലൈസേഴ്സ്, നൈട്രജൻ നമ്മുടെ പ്ലാന്റ്സിന് എസെൻഷ്യലായിട്ടുള്ള അത്യാവശ്യം വേണ്ട ഒരു എലമെൻ്റാണ്. അപ്പോൾ നൈട്രജനുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈട്രജൻ ഉപയോഗിക്കും. ലിക്വിഫൈഡ് നൈട്രജൻ നമ്മൾ റെഫ്രിജറൻറ്റുമായിട്ട് ഉപയോഗിക്കും, അതായത് കൂളിംഗ് ഇഫക്റ്റ് കൊടുക്കുന്ന സംഭവങ്ങൾക്കൊക്കെ. ടു ഇൻഫ്ലേറ്റ് ടയർസ് ഇൻ വെഹിക്കിൾ, നവഡേയ്സ് നമ്മൾ വെഹിക്കിൾസിലെ ടയറിൽ നൈട്രജൻ ഫിൽ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് പാക്കറ്റ് ഫുഡിലൊക്കെ ഓക്സിജൻ്റെ പ്രസൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നൈട്രജൻ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഇപ്പോൾ പഠിച്ച സെക്ഷനിൽ നിന്നുള്ള 1 word ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി കവർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ് ഇൻ സൺ ആൻഡ് സ്റ്റാർസ്? ആൻസർ: ഹൈഡ്രജൻ. ക്വസ്റ്റ്യൻ: ഹൈഡ്രജൻ വാസ് ഡിസ്കവേർഡ് ബൈ ഡാഷ്? ആൻസർ: ഹെൻറി കാവൻഡിഷ്. Question: Henry Cavendish discovered hydrogen as dash? Answer: inflammable air. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ ഡിസ്കവർ ചെയ്തപ്പോൾ അതിന് ഹൈഡ്രജൻ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇൻഫ്ലേമബിൾ എയർ എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. Question: The name hydrogen is derived from the Greek word dash, which means dash. Greek word hydrogenes, meaning something that produces water. Question: Hydrogen is industrially prepared by the dash, the electrolysis of water. Question: Name a fuel with low calorific value. Answer: carbon monoxide. Name a fuel with high calorific value. Answer: hydrogen. Question: Dash is the product obtained when hydrogen burns in air. Answer: water. Question: Dash is the most abundant gas in the atmosphere. Answer: nitrogen. Dash gas helps combustion. Answer: oxygen. Question: Dash gas helps to control the rate of combustion.
ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. കത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിജൻ, തീയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ക്വസ്റ്റ്യൻ: ഡാഷ് ബാക്ടീരിയ ഇൻ ദ റൂട്ട് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ് അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ? റൈസോബിയം ബാക്ടീരിയ. Question: dash should be used scientifically and judiciously in the field of agriculture? Answer: fertilizers. Question: dash is used for industrial preparation of ammonia? Nitrogen. Liquefied nitrogen is used as dash refrigerant. Dash is used to avoid the presence of oxygen in food packets? Nitrogen. ടോപ്പ് ട്യൂഷന്റെ ഈ ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങളുടെ എക്സാമിന് ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി അറിയിക്കുക. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.